നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? എന്തെങ്കിലും വയ്യായികയുണ്ടോ? അതോ ആതിര എന്തെങ്കിലും പറഞ്ഞോ? ഏയ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനും അന്നത്തെ സംഭവത്തിന് പങ്കാളിയാണ്. അതിനുള്ള ശിക്ഷ എന്തായാലും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഇനി അർച്ചനേട്ടത്തിക്കും ആർക്കും അറിയാത്തൊരു സത്യമുണ്ട്. ചേച്ചിക്ക് അബോർഷനായി പോയത് നന്ദേട്ടന്റെ കുഞ്ഞാണെന്നല്ലേ എല്ലാരും വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ അത് നന്ദേട്ടന്റെ കുഞ്ഞല്ല. അന്തികേച്ചിയുടെ വയറ്റിലുണ്ടായിരുന്നത് ധനുഷിന്റെ കുഞ്ഞാണ്. ഇനി അങ്ങോട്ട് നല്ല സ്വപ്നങ്ങൾ കാണുന്ന കാലം ആവില്ല നിങ്ങൾക്ക്. ദുസ്വപ്നങ്ങൾ കണ്ട് ഞെട്ടി ഉണരുന്ന കാലമായിരിക്കും. അനക്കെ അർച്ചനയോട് എല്ലാം പറഞ്ഞിട്ടുണ്ടാവോ? അങ്ങനെ പറഞ്ഞ അതോടുകൂടി ഇവിടുത്തെ എന്റെ ജീവിതവും പകപോക്കലും എല്ലാം തീരും. അനക്ക പറഞ്ഞ അർച്ചന അറിഞ്ഞാലും അർച്ചന പറഞ്ഞാൽ ഇവിടെ ആരും വിശ്വസിക്കരുത്. അതിനെക്കുറിച്ചായിരിക്കണം ഇനി ആലോചിക്കേണ്ടത്. എന്താ സച്ചേട്ടാ കാര്യം പറയാ? അങ്ങനെ പറഞ്ഞ പിന്നെ സർപ്രൈസ് പോയില്ലേ? ഇനി കണ്ണു തുറന്നോ. എന്തേത്? എ സ്പെഷ്യൽ ചിക്കൻ കറി ഫോർ യു. ഞാനുണ്ടാക്കിയതാ. എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ തോന്നുന്നു? ആതിരയായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഓർത്ത് താൻ മൂഡ് ഓഫ് ആയിട്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഒന്ന് ഹാപ്പി ആക്കാൻ വേണ്ടി ചെയ്തേ. അടുക്കള മൊത്തം അലങ്കോലാക്കിയല്ലോ. അത് എന്നാ പിന്നെ ഞാൻ ആദ്യം ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ, എന്നിട്ട് നമുക്ക് കഴിക്കാം. ഇതും ഇന്നെന്റെ ജോലി തന്നെയാ, ഞാൻ ചെയ്തോളാം. പിന്നെ അടുക്കളയുടെ പടിവാതിൽ പോലും ചവിട്ടാത്ത സച്ചേണ്ണല്ലേ പാത്രം കഴുകുന്നേ. അതത്ര എളുപ്പമുള്ള പണിയൊന്നും അല്ല. അതൊക്കെ പണ്ട്. ഇപ്പൊ അത് എളുപ്പാക്കാനല്ലേ ഇതുള്ളത്. പ്രില്ലോ? ഇതിനെന്താ പ്രത്യേകത? ഇത് വെറും പ്രില്ലല്ല, പ്രിൽ ടാമറന്റ്. പുതിയതാ. എത്ര അഴുക്കും എണ്ണമയം പുരണ്ട പാത്രമാണെങ്കിലും സ്ക്രബിലേക്ക് ഒരു തുള്ളി ഒഴിച്ചിട്ട് ഒറ്റ തവണ തേച്ചു കഴിഞ്ഞാല് പാത്രം പുതിയതുപോലെ തിളങ്ങും. ഈ പ്രിൽ ടാമറന്റ് നല്ല പ്രോഡക്റ്റ് ആണല്ലേ? ആ, അതുകൊണ്ടല്ലേ തനിക്ക് വേണ്ടി ഞാനിത് വാങ്ങിയത്. താൻ കണ്ടോ? എങ്ങനുണ്ട് പ്രിൽ ടാമറന്റ്? സൂപ്പർ അല്ലേ? ആവണിമോളെല്ലാം ഒരുക്കി കഴിഞ്ഞോ? എപ്പോഴേ റെഡി. ഇനി കുഞ്ഞുമോളെ കൊണ്ടുവന്ന് നൂല് കെട്ടിയാൽ മാത്രം മതി. ആ, മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ വരാതെ നമ്മൾ നൂല് കെട്ടിയ അവർക്കത് വിഷമാവില്ലേ? അപ്പ അവര് വരട്ടെ, വന്നിട്ട് മതി.
മോൾ ഇതുവരെ റെഡിയായില്ലേ? സമയമായി വരുന്നു. ആ റെഡിയാവാ അച്ഛാ. നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? എന്തെങ്കിലും വയ്യായികയുണ്ടോ? അതോ ആതിര എന്തെങ്കിലും പറഞ്ഞോ? ഏയ് എനിക്ക് കുഴപ്പമൊന്നുമില്ല. അച്ഛമ്മേ, മോളെ അച്ഛനെവിടെ? ദാ വരുന്നുണ്ട്. ഇന്നലെ വരുമെന്നാ ഞാൻ കരുതിയത്. ഇന്നലെ വരാനിരുന്നത് തന്നെയാ. ഇന്നലെ ആയിരുന്നു അനുവിനെ ആശുപത്രി കൊണ്ടുപോയേണ്ട ദിവസം. വന്നപ്പോ താമസിച്ചു. അതാ പിന്നെ ഇന്ന് രാവിലെ വരാമെന്ന് കരുതിയത്. മീര അതിന് കുഞ്ഞുമൊക്കെ എവിടെ? അമ്മ കുഞ്ഞുമോളെ കുളിപ്പിക്കുക. ഓ നമുക്ക് അങ്ങോട്ടിരിക്കാം മാഷെ. ചായ കുടിച്ചിട്ടാവാൻ സംസാരം. ആയിക്കോട്ടെ, വാ വാ. 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 മോളെ പതുക്കെ. ആ, ഇന്ന് മോള് സുന്ദരിയായിട്ടുണ്ടല്ലോ. ഉം? നിന്റെ മുഖം എന്താ മോളെ വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ലമ്മ. ആദര നിന്നോട് പിന്നെയും വഴക്കിന് വന്നോ? ഏയ് ഇല്ല. ഉം. എനിക്കറിയാം കുഞ്ഞിനെ എടുക്കാൻ പോലും പറ്റാത്ത വിഷമത്തിലാ നീ ഉള്ളതെന്ന്. ആതിരെ നീയും എൻ്റെ മക്കളാ. എങ്കിലും ആളുകളുടെ സ്വഭാവം എപ്പോഴാ മാറുന്നെന്ന് നമുക്കറിയില്ലല്ലോ. നിന്നോട് ഞാൻ മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യുന്നതും അവർക്ക് വേണ്ടി സംസാരിക്കുന്നതും ഒക്കെ നല്ലത് തന്നെയാ. പക്ഷേ ഒരകലം എല്ലാവരോടും ഉണ്ടാവണം. നമ്മൾ അത്രയ്ക്ക് സ്നേഹിക്കുന്നവർ ഒരു ദിവസം നമുക്ക് നേരെ തിരിഞ്ഞ തകർന്നു പോകാതിരിക്കാൻ വേണ്ടി ആ അകലം നല്ലതാ മോളെ. ദേ, ഇന്ന് ഈ വീട്ടിലെല്ലാവരും സന്തോഷത്തില്. അതിനിടയ്ക്ക് മോള് ഇങ്ങനൊരു മുഖമായിട്ട് നിൽക്കരുത്. എന്തടാ കുളിച്ചോ? ഓ ഓ ഓ ഓ. വാ വാ വാ. ഓ ഓ ഓ ഓ, കരയണ്ട കരയണ്ട, ദേഹം തുടച്ചേരാട്ടോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.